നമുക്കൊക്കെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ കഠിനാധ്വാന ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന നമ്മുടെ കരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെയുള്ള ആൾക്കാരൊക്കെ വരാനുണ്ട്, പ്രിയമ്പത വരാനുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ സമീപിക്കുന്നത്. ഈ സിനിമ 23-ന് തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിൻ്റ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിന് 23-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ആത്മീയമായ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സഹകരണം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അനുരാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 23-ാം തീയതി മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും കരിവേട്ട സിനിമ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന 23-ാം തീയതി കരിവേട്ട വരുവാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബൽ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫോർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റിംഗ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എന്നെപ്പോലെ ഒരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. എനിക്ക് തോന്നുന്നു ഹലോ ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്താണെങ്കിൽ അനുരാജിൻ്റെ 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയ്ക്സ് വളരെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പടം കാണാൻ. അവൻ പടം കാണുമ്പോൾ അവനിരുന്ന് അറിയില്ല. ഞാൻ അതൊക്കെ നമുക്ക് എനിക്കൊരു ഇത്രയും കാലത്തിനൊക്കെ ആദ്യമായിട്ടൊരു അനുഭവമില്ല ഒരാളെ വീഡിയോ കണ്ടിരുന്നത്. സോ എല്ലാവരും പടം കാണാൻ 23-ാം തീയതി. നമസ്കാരം. ഇത് ഈ സമയത്ത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വിഷയമാണ്. ഇതിൽ കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത് ഒരു ത്രില്ലിംഗായ സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.
എൻ്റെ പേര് ബാവ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കാരണം കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ നമ്മളെ പോലെ ആർട്ടിസ്റ്റ് ടൂറിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് ടി ഓഫൻ. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. മെയ് 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗോഡ്ഫുള്ളും ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഭാഗത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേർക്ക് കഷ്ടപ്പാടുണ്ട്. കാരണം ടോവിച്ചേട്ടനാണെങ്കിലും ചേരൻ സാറാണെങ്കിലും സുരാജ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ലെജൻസാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല. ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിയായ സന്തോഷമുണ്ട്. 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ദൈവം സഹായിച്ചു എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാവൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാട്ടിനകത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാവൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങൾ ഏറ്റവും അങ്ങനെ ലുക്കിംഗ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്തകൾ തന്നെ ബാവൊക്കെ വീണു, കല്ലിൽ വഴിക്ക് വീണു, മുറിവുണ്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയേക്കാണോ, എവിടെയാണ്? ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിടുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാവക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾ അങ്ങനെ കല്ല് പോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. പാവക്കാടാണ് ഇവിടെ ഒക്കെ പറയുന്ന കേട്ടു 100 സിനിമകൾ, അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്കൊരു ചലഞ്ചായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നിങ്ങളിപ്പോഴും മുത്തങ്ങ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കും കേട്ടോ, അതിനകത്തൊരു മാറ്റമില്ല. അതിൽ എന്നെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. അത്തരം ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു.
ആ റിസ്ക് എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജിൻ്റെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാ വർക്കും ഇന്ന് 100 പടം ചെയ്താലും ഇപ്പോൾ ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് നത്തിങ്. ഐ വാണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമയെ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വിൽ ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുമോ, അതായത് പബ്ലിക്കിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs-ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബ നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അതന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാബ വളരെ നന്നായിരുന്നു ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതന്നെ വലിയൊരു അവാർഡായിട്ടാണ്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOP-യും ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയണം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാൽ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിന് മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിനെ. അതുകൊണ്ട് എൻ്റെ വർക്ക് എല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്ന വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാജ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. അല്ല, ഇതിൽ ബാവക്കയുടെ എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ലൊക്കേഷൻ നമ്മൾ മനസ്സിലുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി പോകുന്ന ലൊക്കേഷനിലായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി നടക്കാനാണ് പതിവ്. അപ്പോൾ ബാവക്ക ആണ് എൻ്റെ പുറകിൽ, നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പുറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. അപ്പോൾ കടുവ, പുലി അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട്, ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നിക്കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് മിസ് നമ്മൾ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അവർക്ക് പുറകെ നിലനിന്നത് കൊണ്ടാണ് പുള്ളിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വരും. നമ്മൾ ഭ്രാന്തമായി ഇങ്ങനെ അളഞ്ഞു പോകണം. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുക. നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാമോ? അത് ഇവിടെ എത്ര പേർക്ക് അറിയാം ഈ പുതിയ മാധ്യമങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ അങ്ങേറ്റത്തേക്കിനടുത്ത് ആ പ്രദീപ് എന്ന് പറയുന്നത് ആ പ്രദീപാണ് അന്ന് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇന്ത്യ വിഷനിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്ത ക്യാമറയാണ്. പ്രദീപ് അങ്ങനെയാണ്, ഫ്രണ്ടിലൊന്നും വരില്ല. പ്രദീപ് ഒന്ന് കൈ നോക്കണം. പ്രദീപ് എല്ലാവർക്കും ഒന്ന് കാണുന്നു. അതാണ്. ഓക്കെ, നമസ്കാരം ചേട്ടാ. ഓക്കെ, ഈ പ്രണവിനോടൊരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. ആരും മൈക്ക് വിളിച്ചു പറയണം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം മാത്രമേ കേൾക്കൂ. സോറി, മൈക്കൊന്ന് അല്ല ചോദിച്ചു. പ്രണവിനോട് ചോദിക്കണം. പക്ഷെ
കമ്പനി ഒരു ചോദ്യമുണ്ട്, അതിനൊപ്പം പ്രണവിനോടും ഉണ്ട്. സംവിധായകനോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി തീർത്ത് അതിൻ്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം നമ്മൾ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവിനോടും. ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. കാരണം അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത് ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതൊന്നും നമുക്ക് സാധാരണ ലൊക്കേഷൻ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ലീഡ്, ഇപ്പോൾ ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായും തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർക്ക, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൽ ടേക്ക് പാർട്ട് ആയതുകൊണ്ട് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണല്ലോ ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പം ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈ ഒന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ടോവിക്ക് അതിനേക്കാൾ ടോവിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ. ശരിക്കും നമ്മൾക്ക് നമ്മളുടെ സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് ഒരു നേരം അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമല്ലോ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലവും അവിടെ കിടന്ന വഴക്കുകളെക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് ഭയങ്കര ഇത് അനുരാജ് പറയുമ്പോൾ എനിക്ക് തന്നെ വൗച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പറഞ്ഞ സമയത്തിന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. അതിൻ്റെ അർത്ഥം ഇതും ശരിയായ ഒരു രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അത് പ്രണവിനോട് നേരത്തെ ചോദിക്കായിരുന്നു ചോദ്യം, മൈക്ക് കിട്ടി സ്ലീപ്പ് ചോദിക്കും. ഈ ഒരു ക്യാരക്ടർ ചലഞ്ചിങ് ആയിരുന്നു. ഓപ്പോസിറ്റ് ടോയിച്ചേട്ടൻ കുറേ ഇങ്ങനെ നിന്നപ്പോൾ എന്തോരം ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചിങ് എന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടു കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക്. കാരണം ഞാൻ തമിഴിലാണ് കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതിൻ്റെ 2ാമത്തെ മൂവി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ്. ടോവിച്ചേട്ടൻ, സുരാജേട്ടൻ, ചേരൻ സാറ്, പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു.
പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു, അതിന് എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുക. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ ട്രെയിലറിലായ കണ്ടിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് 23-ാം തീയതി ഇതിൻ്റെ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഔട്ട് നമുക്കിത് 23-ാം തീയതി കാണാൻ പറ്റും. പിന്നെ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് സിനിമ 23-ാം തീയതി ഇറങ്ങി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു ചരട് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ചേട്ടാ, ഇഷ്ക് മൂവി ആദ്യം ചെയ്യാനിരുന്ന ടോയ്ച്ചേട്ടൻ പിന്നീട് അത് മാറിപ്പോയപ്പോൾ എന്തോ ഇഷ്ക് അല്ല, അത് ഞാനും അനുരാജൻ തമ്മിൽ 2014 സെവൻത്തിൽ ചെയ്യുന്ന സമയം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ട് നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇഷ്ക് നമ്മൾ ചെയ്യാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ചെയ്യാനിരുന്നത്, ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത്, അനുരാജ് വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അത് സിമിലർ ഐഡിയാസ്, പ്രത്യേകിച്ച് ഇഷ്കലെ ഐഡിയ ഒക്കെ വളരെ യുണീക്ക് ഐഡിയ ആയിരുന്നു. അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് ഇത് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത്. അങ്ങനെ അനുരാജ് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനുരാജിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഷെയ്ൻ നിഗം ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. ആ സിനിമ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി. അത് എല്ലാ നല്ല സിനിമയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിക്കുന്നത്. അനുരാജ് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഒരു ടൊവിനോ സിനിമ ചെയ്യാനപ്പുറം എന്തായിരിക്കും അവരെ ഇതിന് എക്സൈറ്റ് ചെയ്ത അവർക്കൊരു ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ട്രിഗർ എന്തായിരുന്നു? ഒരു ഡയറക്ടർക്ക് എന്താ തോന്നുന്നു? അല്ല, ഈ സിനിമ ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടാസ്ക് ഉള്ള നടനെന്ന നിലക്ക് കുറച്ച് പ്രിപ്പറേഷൻസും പിന്നെ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെന്ന നിലക്ക് മാത്രമല്ല ടൊവിയെ സമീപിക്കുന്നത്. ടൊവിയിലെ നടനെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇതിൽ തന്നെ പറഞ്ഞു, നമ്മൾ ടൊവി എന്നുള്ള നടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സുഹൃത്തിനപ്പുറത്ത് ടൊവി പല സിനിമകളിലും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പയ്യന്നൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനദി സിനിമ കാണുന്നത്. ആ പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പയ്യന്നൂരുള്ളവർക്കറിയാം, കുറേ നടക്കാറുണ്ട്, 5-6 കിലോമീറ്റർ നടക്കാറുണ്ട്. ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മൾ ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് പെരുമ്പ പാലം കീറി നടന്ന സ്റ്റാൻഡ് വരെ ഞാൻ ടൊവിയോട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നട്ടപ്പതിരൊക്കെയാണ്. അപ്പം അത് നമ്മൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടൊവി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാദ്യമായി വന്നത്. അതിൻ്റെ ഉത്തരമാണ് 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടൊവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിങ് ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഇമോഷണലി കണക്റ്റ് ആവുന്ന നൂലുള്ള സിനിമയാണത്. അത് ടൊവി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷിയാസ് കെയും. ഇവർ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡ് ആയി തോന്നിയത് കൊണ്ടും അതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നത്. സിനിമ തുടങ്ങി പിന്നെന്താ വെച്ചാൽ അവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മുക്കിക്കളയാമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെയും ഭാഗ്യമാണ്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങൾ തമ്മിൽ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു, അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ട് പക്ഷേ ഇതങ്ങനെ ആയില്ലല്ലോ അങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം പോലും ഈ
ഇന്ത്യൻ സിനിമാ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ദിവസേന ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അവരും ചോദിക്കുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, കാരണം ഇതിൻ്റെ സിനിമ നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കാണ് എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിമി, പക്ഷെ ഇവിടെ അങ്ങനെയേ ഉണ്ടായില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവരൊരേ നാട്ടുകാരാണ്. പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറും ആവുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ, അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 23-ാം തീയതി മെയ് 23-ന് തിയേറ്ററിൽ ഈ സിനിമ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ട്രെയിലറും സോങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും സിനിമ എങ്ങനെയുള്ളൊരു സിനിമയായിരിക്കുമെന്ന്. ആ ധാരണകൾക്കും അപ്പുറത്ത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇനി നിങ്ങളാണ് മറ്റേ പറഞ്ഞ ആ വേർഡ് ഓഫ് മൗത്ത്. താങ്ക് യു സോ മച്ച്.